തെരുവുനായ ആക്രമണങ്ങളിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച. കേസിൽ ദേശീയ മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കുകയും ചെയ്തു. അച്യുതൻ ആ വാർത്തകൾ ചേരുന്നു. അച്യുതൻ, കഴിഞ്ഞ മാസം 22-ന് എന്തുവാണല്ലേ ഈ പറഞ്ഞ ABC ചട്ടങ്ങളിലെ പുരോഗതി അറിയാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും സംസ്ഥാനങ്ങൾ മറുപടി നൽകുന്നില്ല. കോടതി വടിയെടുക്കുന്നു, സംസ്ഥാനങ്ങൾ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ കോടതി ഈ വിഷയത്തിൽ അങ്ങേയറ്റം സീരിയസ് ആയ അപ്രോച്ച് എടുക്കുന്നു എന്ന് കാണാം. ഇടക്കാല ഉത്തരവ് അതുകൊണ്ട് തന്നെ തെരുവുനായ ശല്യം രൂക്ഷമായ കാലത്ത് നിർണായകവുമാണ്. അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, അതായത് കോടതി ഇതിൽ കാണുന്ന ഗൗരവ സ്വഭാവം എന്നുള്ളത് ദിനം പ്രതി ഈ തെരുവുനായ ആക്രമണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് അതീവ ഗുരുതരമായിട്ടാണ് സുപ്രീം കോടതി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ സംസ്ഥാനം ഇതിൽ മറുപടി നൽകാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി കടുത്ത വിമർശനം സംസ്ഥാനങ്ങൾക്ക് നേരെയും കേന്ദ്രത്തിന് നേരെയും ഉന്നയിക്കുന്നത്. രണ്ട് സംസ്ഥാനം, അതായത് പശ്ചിമ ബംഗാളും തെലങ്കാനയും ഒഴിച്ച് മറ്റൊരു സംസ്ഥാനങ്ങളും ഇതിൽ സത്യവാങ്മൂലം നൽകിയിരുന്നില്ല. അങ്ങനെയാണ് ചീഫ് സെക്രട്ടറിമാരോട് നേരിട്ട് തന്നെ ഹാജരാകണം, അതിൽ വേറെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഓൺലൈനായി പോലും ഹാജരാകാനുള്ള അനുവാദം കോടതി നൽകിയില്ല, നേരിട്ട് ഹാജരാകണം എന്ന അറിയിപ്പ് നൽകുന്നത്, നിർദ്ദേശം നൽകുന്നത്. അതിനുശേഷം ഇന്ന് വീണ്ടും സുപ്രീം കോടതി ഈ വിഷയം 10:30 ബെഞ്ച് ചേർന്ന ഘട്ടത്തിൽ തന്നെ വിക്രംനാഥിൻ്റെ ബെഞ്ച് ഈ വിഷയം എടുക്കുകയാണ് ഉണ്ടായത്. അതിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഹാജരായില്ല, മറിച്ച് അതായത് ഉപരാഷ്ട്രപതി സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഹാജരാകാനായി സാധിക്കില്ല. അതുകൊണ്ട് ആ പ്രോട്ടോകോൾ വിഷയം ഉള്ളതുകൊണ്ട് തന്നെ തദ്ദേശ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ഹാജരാകുന്നതെന്ന് അറിയിക്കുകയും അതിന് അംഗീകാരം സുപ്രീം കോടതി നൽകുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്ന് എല്ലാ ചീഫ് സെക്രട്ടറിമാരും ഹാജരായിട്ടുണ്ട്. മധ്യപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് എത്താൻ അല്പം വൈകിപ്പോയി. അദ്ദേഹം വിമാനത്തിലിറങ്ങി ഈ പറഞ്ഞതുപോലെ ബ്ലോക്കിൽപ്പെട്ടതായി SG തന്നെ സോളിസിറ്റർ ജനറൽ കോടതിയെ ധരിപ്പിക്കുകയും ഉണ്ടായി. എന്തായാലും നിലവിൽ ഇതുവരെ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്ന മറുപടി അതുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ച ശേഷം ഒരു ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരായി ഇതിൽ ആരൊക്കെയാണോ ഈ വിഷയവുമായി മുന്നോട്ട് വന്ന ആളുകൾ അവരെ ഓരോരുത്തരായി കേട്ട ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ പിന്നീട് ഉണ്ടാവുക എന്നാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ അമിക്കസ് ക്യൂരിയെ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് വിക്രംനാഥിന്റെ ബെഞ്ച് അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇതിൽ പുറപ്പെടുവിക്കുക. ABC നടപടികൾ കാര്യക്ഷമമാണോ എന്നാണ് കോടതി സംസ്ഥാനങ്ങളോട് പ്രധാനമായി ചോദിച്ചിരുന്നത്. അതിന്റെ സംസ്ഥാനങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയില്ല. അതുകൂടി പരിഗണിച്ചുകൊണ്ട് കോടതി നിർണായകമായ ഒരു കാര്യം ഇടക്കാല ഉത്തരവിൽ പറയും. കാര്യം ഓരോ ദിവസം ഒന്നോണം കുട്ടികളെ അടക്കം ഓടിച്ചിട്ട് കടിക്കുന്ന തെരുവുനായ്ക്കളുടെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഒന്നോണം കാണുകയാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.